ഹലോ, 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. യൂണിറ്റ് 1 മൈ ലാൻഡ്. ഫസ്റ്റ് ചാപ്റ്റർ ടുഗദർ വി ക്യാൻ. ടുഗദർ ഒരുമിച്ച്, വി ക്യാൻ നമുക്ക് പറ്റും. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് ഒരു ടീമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ സ്ട്രെങ്ത് ആവും എന്നതിനെ കുറിച്ചുള്ള ഒരു കവിതയാണിത്. ലെറ്റ്സ് റിസൈറ്റ്. Together we stand, strong and tall, helping each other we never fall. Cheering aloud, we shout and sing, teamwork can overcome anything. Win or lose, we always share, our bond of trust is always there. With each hand joined, the goal is near, team spirit fills the air with cheer. Together we shine, our hearts as one. For in our team, the joys begin. നമുക്ക് ഇതിന്റെ ലൈൻ ബൈ ലൈൻ മീനിങ് ഒന്ന് നോക്കാം. ടുഗദർ വി സ്റ്റാൻഡ്. ടുഗദർ ഒരുമിച്ച്, വി സ്റ്റാൻഡ് നമ്മൾ നിന്നാൽ. സ്ട്രോങ് ആൻഡ് ടോൾ, സ്ട്രോങ് ആയിട്ട്, ആൻഡ് ടോൾ. ടോൾ എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, നീളം എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ തല ഉയർത്തിക്കൊണ്ട് കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക, അതാണ് ഇവിടുത്തെ അർത്ഥം. ഹെൽപ്പിംഗ് ഈച്ച് അതർ, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താൽ വി നെവർ ഫോൾ, നമ്മൾ ഒരിക്കലും വീഴില്ല. ഇവിടെ വീഴില്ല എന്ന് പറഞ്ഞാൽ ലിറ്ററൽ മീനിങ് അല്ല, നമ്മൾ താഴെ വീഴില്ല എന്നല്ല, പക്ഷെ നമുക്കൊരു ഫെയിലിയർ ഉണ്ടാവില്ല. എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ ഒരുമിച്ച് നിന്ന് സ്ട്രോങ് ആയിട്ട്, കോൺഫിഡന്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് നിന്നാൽ നമ്മൾ ഒരിക്കലും തോൽക്കില്ല. Cheering aloud, we shout and sing. Cheering, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക, അവരെ cheer ചെയ്യുക. Shout and sing, ഓരൊക്കെ അവരുടെ പേരൊക്കെ വിളിച്ചല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. Sing, പാട്ട് പാടുക, അവർക്കായിട്ട് പാട്ട് പാടുക. ടീം വർക്ക് ആൻഡ് ഓവർകം എനിത്തിങ്, ഒരു ടീമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ ഓവർകം എനിത്തിങ്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം ഒരാൾക്ക് ഒരു ഐഡിയ ഇല്ല എന്ന് വിചാരിക്കാം, പക്ഷെ ആ ടീമിലുള്ള വേറൊരാൾക്ക് ഐഡിയ ഉണ്ടാവും. അയാൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഒരു ടീമായിട്ട് നിന്ന് അന്യോന്യം ചെയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അതൊക്കെ സോൾവ് ചെയ്ത് പോവാൻ പറ്റും. വിൻ ഓർ ലോസ്, നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ വിൻ ഓർ ലോസ്, ജയിക്കുകയോ തോൽക്കുകയോ എന്തുമാവട്ടെ, വി ഓൾവേസ് ഷെയർ. വിൻ ചെയ്യാണെന്ന് വിചാരിക്കാം, എല്ലാവരും ഹാപ്പി ആയിരിക്കും, നമുക്ക് ഒരുമിച്ച് ആ സന്തോഷം ആഘോഷിക്കാം. എന്നാ തോറ്റുപോയാലോ, ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും പേര് ഒരുമിച്ച് ആ ദുഃഖം ഷെയർ ചെയ്യാൻ നമ്മുടെ കൂടെ ഉണ്ടാകും. Our bond of trust. ഒരു ടീം എന്ന് പറഞ്ഞാൽ എപ്പോഴും അതൊരു ബോണ്ട് ഓഫ് ട്രസ്റ്റ് ആയിരിക്കും, വിശ്വാസം കൊണ്ടുള്ളതാണ്. ഇറ്റ് ഈസ് ഓൾവേസ് ദേർ. ബോണ്ട് ഓഫ് ട്രസ്റ്റ് ഇസ് ഓൾവേസ് ദേർ. വിത്ത് ഈച്ച് ഹാൻഡ് ജോയിന്റ്, എല്ലാ കൈകളും കോർത്തുകൊണ്ട്, എല്ലാ കൈകളും പിടിച്ചുകൊണ്ട്. ദാറ്റ് മീൻസ് ഒരു ഗ്രൂപ്പിലുള്ള എല്ലാരും കൈ കോർത്ത് നിന്നാൽ ദ ഗോൾ ഇസ് നിയർ. നമുക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു സ്ഥലം, ആ ഒരു ഗോള് വളരെ അടുത്തായിട്ട് ഫീൽ ചെയ്യും. ടീം സ്പിരിറ്റ് ഫിൽസ് ദ എയർ വിത്ത് cheer. നമ്മളൊരു ടീം ആണെങ്കിൽ ആ ഒരു ടീം സ്പിരിറ്റ് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ എൻവയോൺമെന്റിനൊക്കെ എപ്പോഴും ചിയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരും. ടുഗദർ വി ഷൈൻ, ഒരുമിച്ച് നിന്നാൽ വി ഷൈൻ. വി ഷൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കുള്ള കാലിബർ അത് ഒന്നുകൂടി ഷൈൻ ചെയ്യും, ഒന്നുകൂടി നന്നായിട്ട് വരും. അവർ ഹാർട്ട്സ് ആസ് വൺ. അപ്പൊ ഇവിടെ ഒരു ഗ്രൂപ്പ് ആവുന്ന സമയത്ത് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് പോലെയല്ല. ഒരു ഗ്രൂപ്പില് 10 പേരുണ്ടെങ്കിൽ എല്ലാവരുടെയും ഗോൾ എന്താ, ഒരേ ഒരു കാര്യമാണ്. എല്ലാരും കൂടി ചേർന്നിട്ടാണ് നമ്മൾ അവിടെ എത്തേണ്ടത്, അല്ലെ? അപ്പൊ എല്ലാവരുടെയും ഹാർട്ട്സ്, എല്ലാവരുടെയും മനസ്സ് ഒരിടത്തായിരിക്കും, ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും. ഫോർ ഇൻ ആർ ടീം, നമ്മുടെ ടീമിൽ ദ ജോയ് ബിഗൻ. നമ്മൾ ഒരു ടീം ആവുന്ന സമയത്ത് നമ്മുടെ സന്തോഷം അവിടെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ എല്ലാരും വളരെയധികം ഹാപ്പി ആയിരിക്കും.
നല്ല ഒരു കവിതയാണ് അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ നിങ്ങളോട് ഓരോരുത്തരോടും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നും, കുറെ ടൈം എടുക്കുന്നത് പോലെ തോന്നും. എന്നാ നിങ്ങളെ കുറച്ച് കുറച്ച് പേരുള്ള ഒരു ഗ്രൂപ്പായി തിരിച്ചു കഴിഞ്ഞാലോ? അപ്പൊ നിങ്ങൾക്ക് ഒരു ടീം സ്പിരിറ്റ് വരും അല്ലേ? എന്റെ ടീം ജയിക്കണം, അല്ലെങ്കിൽ ഈ ടീമിൽ കുറെ പേരുണ്ടോ, ഒരുമിച്ച് ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി എളുപ്പമാണ്, കുറച്ചുകൂടി എനർജറ്റിക് ആണ്, നിങ്ങൾ നിങ്ങളുടെ ഗോളിലേക്ക് പെട്ടെന്ന് എത്തും. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് പോകാം. ലെറ്റ്സ് തിങ്ക്. ആൻസർ ദ ഫോളോയിങ്. വാട്ട് ഹാപ്പൻസ് വെൻ യു ജോയിൻ ഹാൻഡ്സ് വിത്ത് യുവർ ടീം? അപ്പൊ നമ്മളിപ്പോ കവിതയിൽ വായിച്ചു അല്ലേ? വാട്ട് ഹാപ്പൻസ് വെൻ യു ജോയിൻ ദ ഹാൻഡ്സ് വിത്ത് യുവർ ടീം? When we join hands, the goal become easy and near. നമ്മുടെ ഗോൾ വളരെ അടുത്തെത്തുന്നത് പോലെ തോന്നും. ഇത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം, നിങ്ങളുടേതായിട്ടുള്ള രീതിക്കും എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വൈ ഈസ് ഹെൽപ്പിംഗ് ഈച്ച് അതർ ഇമ്പോർട്ടന്റ്? നമ്മൾ മറ്റുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താ? വി ബിക്കം സ്ട്രോങ്ങർ ടുഗദർ. നമ്മൾ ചുറ്റുമുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വി ബിക്കം സ്ട്രോങ്ങർ ടുഗദർ. ഒരുമിച്ച് ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ട് ഫീൽ ചെയ്യും. ഹെൽപ്പിംഗ് ഈച്ച് അതർ കീപ്സ് എവ്രി വൺ സ്ട്രോങ്. നമ്മൾ എല്ലാരെയും ഹെൽപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും സ്ട്രോങ് ആയിരിക്കും. പ്രിവെന്റ്സ് ഫെയിലിയർ ആൻഡ് ബിൽഡ് ദ ട്രസ്റ്റ് ആൻഡ് യൂണിറ്റി. നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു സ്ട്രെങ്ത് ഇൻക്രീസ് ആവും, എല്ലാവർക്കും ഒരു ട്രസ്റ്റ് വരും, അതുപോലെ ഒരുമിച്ച് ഒറ്റയായി നിൽക്കാനുള്ള ഒരു എനർജിയും കിട്ടും. തിങ്ക് ആൻഡ് ഡിസ്കസ്. വാട്ട് മേക്ക് യു ഫീൽ ജോയ്ഫുൾ? ഇത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ടതാണ്. വാട്ട് മേക്സ് യു ഫീൽ ജോയ്ഫുൾ? നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്, വിന്നിംഗ് ഗെയിംസ് ആൻഡ് സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി മേക്ക് മീ ഫീൽ ജോയ്ഫുൾ. അപ്പൊ എന്റെ ഹാപ്പിനെസ് എന്തൊക്കെയാണ്? എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുക, പിന്നെ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ വിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്റെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആവാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ഹാപ്പിനെസ് മൊമെന്റ്സ് അല്ലെ, നിങ്ങൾ എപ്പോഴാണ് ഹാപ്പി ആവുന്നത് എന്ന് എഴുതുക. അടുത്തത്, ക്യാൻ യു തിങ്ക് ഓഫ് എ ഗുഡ് ആക്ടിവിറ്റി ദാറ്റ് യു ക്യാൻ ഡു ടുഗദർ വിത്ത് എ ഫ്രണ്ട്? നിങ്ങളുടെ ഫ്രണ്ടിന്റെ കൂടെ ചെയ്യാൻ പറ്റിയ ഒരു ഗുഡ് ആക്ടിവിറ്റി പറയാൻ പറ്റുമോ? എക്സാമ്പിൾ, പ്ലേയിങ് ഗെയിംസ്, സ്റ്റഡിങ് ടുഗദർ, ഡ്രോയിങ് ഓർ ഡൂയിങ് എ പ്രൊജക്ട്. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ചെയ്യാം അല്ലെ? ഇനി നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് നിങ്ങൾ എഴുതുക. ഹാവ് യു എവർ ലോസ്റ്റ് എ ഗെയിം? ഹൗ ഡിഡ് യു ഫീൽ? നിങ്ങൾ ഒരു ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും തോറ്റുപോയിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? യെസ്, ഐ ഫെൽറ്റ് സാഡ് അറ്റ് ഫസ്റ്റ് ബട്ട് ലേറ്റർ ഐ ലേൺ ടു ട്രൈ അഗെയിൻ ആൻഡ് ഇംപ്രൂവ്. ഇനീഷ്യലി എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ബട്ട് ലേറ്റർ ഐ ലേൺ ടു ട്രൈ അഗെയിൻ ആൻഡ് ഇംപ്രൂവ്. വാട്ട് അബൌട്ട് യു? Next question. Imagine you are the team leader of a group project and two of your teammates disagreed with each other for some reason. What would you do to unite the team again? അപ്പൊ നിങ്ങളൊരു ടീം ലീഡർ ആണെന്ന് വെക്കുക. അപ്പൊ നിങ്ങളുടെ ടീമിലുള്ള രണ്ടുപേര് നിങ്ങൾ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. വാട്ട് വുഡ് യു ഡു ടു യുണൈറ്റ് യുവർ ടീം അഗെയിൻ? അപ്പൊ എല്ലാരെയും ഒരുമിച്ചാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമുക്കൊരു എക്സാമ്പിൾ നോക്കുക. I will listen to both sides, calm them and help them work together again. As a team leader, I listen to both sides. രണ്ടുപേർക്കും പറയാനുള്ളത് കേൾക്കും, എന്നിട്ട് അവരെ കാം ചെയ്യും, അവർക്ക് എന്താണോ പ്രശ്നമുള്ളത് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. And I'll help them work together again. Let us speak. ഇവിടെ രണ്ട് കുട്ടികൾ തമ്മിൽ സംസാരിക്കുകയാണ്. ഒരാളുടെ പേരാണ് ദർശന, ഇത് ദർശനയാണ്. ഒരാളുടെ പേരാണ് ബൊക്കലി, ഇത് ബൊക്കലിയാണ്. ഓക്കെ, അവരെന്താ പറയുന്നത് എന്ന് നോക്കാം. ദർശന, ഐ ലവ് മൈ കൺട്രി. വി ഹാവ് ഡിഫറെന്റ് ട്രഡീഷൻസ്, ഫുഡ്, ഫെസ്റ്റിവൽസ് ആൻഡ് ലാംഗ്വേജസ്, ബട്ട് വി സ്റ്റിൽ സ്റ്റാൻഡ് ഇൻ യൂണിറ്റി. അതെ, നമ്മുടെ രാജ്യത്തെ പറ്റി ആലോചിച്ചു നോക്കൂ. നമുക്ക് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഉണ്ടല്ലേ? ഓരോ സ്റ്റേറ്റ്സിലും ഓരോ ട്രഡീഷൻ ആണ്, ഓരോ ടൈപ്പ് ഓഫ് ഫുഡാണ് ആളുകൾ കഴിക്കുന്നത്, അവർ ഓരോ ഫെസ്റ്റിവൽസ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അവരുടെ ഭാഷയും ഡിഫറെന്റ് ആണ്. സ്റ്റിൽ വി സ്റ്റാൻഡ് ഇൻ യൂണിറ്റി ആൻഡ് വി ആർ ഇന്ത്യൻസ് അല്ലേ? അപ്പോ ദർശന പറയാ, യെസ് ബൊക്കലി, ടുഗദർ വി സ്റ്റാൻഡ് ഇൻ യൂണിറ്റി. നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്.
Read what Bokali and Darshana are saying. Turn to your friend sitting beside you and exchange the conversation with each other. Share what foods and festivals you like the most and say few lines about them. ഇവരിപ്പൊ പറഞ്ഞത് കേട്ടില്ലേ? അപ്പൊ ഇവിടെ താഴെ ഒരു കൺവെർസേഷനുള്ള സ്റ്റാർട്ടിങ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തൊട്ടടുത്തുള്ള ആളുകളുടെ അടുത്ത് ചോദിക്കുക. നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ പല സ്റ്റേറ്റ്സ് നിന്നുള്ള കുട്ടികളും ഉണ്ടല്ലേ? അപ്പോ നോക്കാം എത്ര ഡിഫറെന്റ് ആണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും അവരുടെ ഇഷ്ടങ്ങളും എന്ന്. ഫോർ എക്സാമ്പിൾ, ഹലോ ഐ ആം. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഫ്രണ്ടിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവരുടെ ഉത്തരമാണ് ഹലോ ഐ ആം നിഖിൽ. മൈ ഫേവറേറ്റ് ഫുഡ് ഇസ് പായസം. My favorite festival is Onam. In this festival, we make pookalam, wear new clothes and enjoy delicious food with family. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ചിലപ്പോ നോർത്ത് ഇന്ത്യൻ ആളാണെങ്കിൽ അവർക്ക് ദിവാലി ആയിരിക്കും ഇഷ്ടം. അവരതെങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നും അതിലെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾ ഈ ഒരു എക്സസൈസ് ക്ലാസ്സിൽ ചെയ്യാം. Look at the pictures and fill in the blanks by using words from the box. One is done for you. ഇവിടെ കുറെ വേർഡ്സ് തന്നിട്ടുണ്ട്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സോ അല്ലെങ്കിൽ ജീവികളോ ആ ഒരു ഗ്രൂപ്പിന് പറയുന്ന പേരെന്താണ്? വൺ ഇസ് ഡൺ ഫോർ യു. ഫസ്റ്റ് കുറെ സ്റ്റിക്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റിക്സിന് പറയുന്ന പേരാണ് ബണ്ടിൽ. A bundle of sticks. Next, a dash of sheep. ഒരു ഗ്രൂപ്പ് ഓഫ് ഷീപ്പിന് പറയുന്ന പേരെന്താണ്? A herd of sheep. ഇനി wolf ആണ്. അപ്പൊ wolfന് a pack of wolves. Pack of wolves. ഇനി ഫ്ലവേഴ്സിനോ? ഇത് കണ്ടാ അറിയാം, ഈ ചിത്രം ഒരു ബൊക്കെ ആണല്ലേ? അപ്പൊ a bouquet of flowers. ഇതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ബൊക്കേറ്റ് എന്നാണ് എഴുതുക. ഓക്കെ, a bouquet of flowers. A dash of trees. ഒരു ഗ്രൂപ്പ് ഓഫ് ട്രീസിന്റെ പേരാണ് ഗ്രൂവ്. A grove of trees. A dash of bees. A swarm of bees. Swarm. ബോയ്സിന്റെ ഒരു ഗ്രൂപ്പ്. A choir of boys. അപ്പൊ ഇവര് ഒരു ഗ്രൂപ്പ് സോങ്ങിനോ അങ്ങനെ എന്തെങ്കിലും റെഡി ആയിട്ട് നിൽക്കുമായിരിക്കും. എല്ലാവരും ഒരേ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അല്ലെ? അപ്പൊ പാട്ട് പാടുന്ന ഒരു ഗ്രൂപ്പിനെയാണ് കൊയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയുള്ള ഓപ്ഷനിൽ ഇനി അതേ ഉള്ളൂ. സോ എ കൊയർ ഓഫ് ബോയ്സ്. ലാസ്റ്റ്, എ ഡാഷ് ഓഫ് കീസ്. എ ബഞ്ച് ഓഫ് കീസ്. Do you know honeybees use a waggle dance to communicate with their hive members? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഫ്രണ്ട്സിനോട് എങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? സംസാരിക്കും അല്ലെ? പക്ഷെ എല്ലാ ജീവികളും ഇതുപോലെ ലാംഗ്വേജ് ഒന്നും ഉപയോഗിച്ചിട്ടല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് കേട്ടില്ലേ? ഹണി ബീസ് യൂസ് എ വാഗിൾ ഡാൻസ്. അവരൊരു പ്രത്യേക രീതിയിൽ ഒരു വാഗിൾ ഡാൻസ് ചെയ്യും. ആ ഡാൻസ് ആണ് അവരുടെ ഹൈവ് മെമ്പേഴ്സിന്റെ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ. They share the exact location of flowers having nectar, pollen or water sources. അവരെല്ലാ ദിവസവും ഹണിയും പോളനും ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പോകും അല്ലെ? അപ്പൊ എക്സാക്ട് ലൊക്കേഷൻ, എവിടെയാണ് നെക്ടർ കിട്ടുക, എവിടെയാണ് ഗുഡ് എമൗണ്ട് ഓഫ് പോളൻ കിട്ടുക എന്നൊക്കെ അവരുടെ മെമ്പേഴ്സിനെ ഈ രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. Ants also work as a team using signal to find food. ആൻസും ഹണിബീനെ പോലെ തന്നെ ആൻസും ഒറ്റയ്ക്കല്ല അവർ വർക്ക് ചെയ്യുക. അവരെപ്പോഴും ഒരു ടീം ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഫുഡ് എവിടെയാണ് കിട്ടുക, എന്തെങ്കിലും അപകടമുണ്ടോ എന്നൊക്കെയുള്ള കൃത്യമായിട്ട് സിഗ്നൽസ് അവർ ടീം മെമ്പേഴ്സിന് കൊടുക്കാൻ അവർക്ക് അവരുടേതായിട്ടുള്ള മെത്തേഡ് ഉണ്ടാവും. ഡിഫെൻഡ് ദെയർ കോളനി ആൻഡ് ബിൽഡ് കോംപ്ലക്സ് നെസ്റ്റ്. ആൻഡിന്റെ പുറ്റ് കണ്ടിട്ടില്ലേ? വലിയ ആൻഡ് ഹിൽസ്. അത് ഒരു ആൻഡിന് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലെ? അവർ ടീം വർക്ക് ആയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഒരു കുഞ്ഞ് ആൻഡ് ഇത്രയും വലിയ ആൻഡ് ഹിൽസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ ആൻഡിനെയൊക്കെ സംബന്ധിച്ച് ഈ വലിയ പുറ്റൊക്കെ ഒരു ബുർജ് ഖലീഫയൊക്കെ പോലെ ആയിരിക്കും, ആൻഡിന്റെ ബുർജ് ഖലീഫ അല്ലെ? പക്ഷെ അത് എങ്ങനെയാ അവർ ഉണ്ടാക്കുന്നത്? അവരൊരു ടീം ആയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. Look at the map given below and pay attention to the various places mentioned in it. ഈ പിക്ചർ ഇതൊരു മാപ്പാണ്. ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്, ബുക്ക് സ്റ്റോർ ഉണ്ട്, സ്കൂൾ, ചിൽഡ്രൻ പാർക്ക്, ബാങ്ക് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോ ഇവിടെ കുറച്ച് ബ്ലാങ്ക്സ് ഉണ്ട്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം.
The post office is dash the hospital. പോസ്റ്റ് ഓഫീസ് ഇവിടെയുണ്ട്, ഹോസ്പിറ്റൽ ഇവിടെയുണ്ട്. അപ്പൊ പോസ്റ്റ് ഓഫീസ് ഹോസ്പിറ്റലിന്റെ എവിടെയാണ്? ഇത് ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിന്റെ ഫ്രണ്ടിലാണ് അല്ലേ? ദ പോസ്റ്റ് ഓഫീസ് ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹോസ്പിറ്റൽ. That's a bookstore. Dash the children park. ചിൽഡ്രൻ പാർക്ക് ഇവിടെയാണ്. ചിൽഡ്രൻ പാർക്കിന്റെ അടുത്തായിട്ട് ഒരു ബുക്ക് സ്റ്റോർ ഉണ്ട്. അപ്പൊ there is a bookstore near the children's park. The bank is dash the school. ബാങ്ക് സ്കൂൾ. സ്കൂളിന്റെ പിന്നിലാണ്, ബാക്ക് സൈഡിലാണ് ബാങ്ക് ഉള്ളത്. So the bank is behind the school. There is an ambulance dash the post office and the hospital. ഇവിടെ ഒരു ആംബുലൻസ് ഉണ്ട്. ഇത് എവിടെയുള്ളത്? പോസ്റ്റ് ഓഫീസിന്റെ പിന്നില്, ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില്. അതിന്റെ ഒരു വേർഡ് എന്താണ്? യെസ്, between. There is an ambulance between the post office and the hospital. Look at the picture and answer the questions below. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇനി ആ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പിക്ചർ, വാട്ട് ഈസ് ലുബാങ് ഡൂയിങ് ടു ഹെൽപ്പ് ഹിസ് ഇഞ്ചേർഡ് ഫ്രണ്ട്? അപ്പൊ ഇത് ലുബാങ് ആണ്, ഇത് അവന്റെ ഇഞ്ചേർഡ് ഫ്രണ്ട് ആണ്. ആൻഡ് വാട്ട് ദേ വിൽ ഡു നെക്സ്റ്റ്? ഇപ്പൊ അവരെന്താ ചെയ്യുന്നത്? ലുബാങ്ങിന്റെ ഫ്രണ്ടിന് നടക്കാൻ പറ്റാതെ ഇഞ്ചേർഡ് ആയിരിക്കുകയാണ്, അവനെ വാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ലുബാങ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിന് ശേഷം അവര് നേരെ ടീച്ചറിന്റെ അടുത്ത് പോകുമായിരിക്കും, അല്ലെങ്കിൽ നഴ്സിംഗ് റൂമിലേക്കൊക്കെ പോകുമായിരിക്കും. എങ്ങനെ എഴുതാം? ലുബാങ് ഈസ് ഹെൽപ്പിംഗ് ഹിസ് ഇഞ്ചേർഡ് ഫ്രണ്ട് വാക്ക് ബൈ സപ്പോർട്ടിംഗ് ഹിം. അവനെ സപ്പോർട്ട് ചെയ്ത് വാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ വിൽ ഗോ ടു ദ ടീച്ചർ ഓർ നഴ്സിംഗ് റൂം നെക്സ്റ്റ്. അതിനുശേഷം അവര് ടീച്ചറിന്റെ അടുത്തോ നഴ്സിംഗ് റൂമിലേക്കോ പോകുമായിരിക്കാം. പിക്ചർ നമ്പർ 2. വാട്ട് ആർ ഒബാങ്, മാന്യ ആൻഡ് ടീന? ഒബാങ്, മാന്യ ആൻഡ് ടീന ഡൂയിങ് ആൻഡ് വാട്ട് വിൽ ദേ ഡു നെക്സ്റ്റ്? ഇപ്പൊ അവരെന്താ ചെയ്യുന്നത്? ഇതിന് ശേഷം അവര് എന്ത് ചെയ്യുമായിരിക്കും? They are cleaning the classroom, wiping the window and throwing the waste in the dustbin. എന്താ അവർ ചെയ്യുന്നത്? ക്ലാസ് റൂം ക്ലീൻ ചെയ്യാണ്, വേസ്റ്റ് ഒക്കെ ഡസ്റ്റ്ബിനിൽ ഇടുകയാണ്. They will finish the cleaning and keep the classroom neat. ഇതിന് ശേഷം അവര് ഈ ക്ലീനിങ് ഒക്കെ ഫിനിഷ് ചെയ്യും, ക്ലാസ് റൂം നല്ല നീറ്റ് ആയിട്ട് വെക്കും. അടുത്തത്, അന്ന ഡൂയിങ് ആൻഡ് വാട്ട് വിൽ ദ ഓൾഡ് ലേഡി ഡു നെക്സ്റ്റ്? അന്ന എന്താ ഇവിടെ ചെയ്യുന്നത്? അന്ന ഈ ഓൾഡ് ലേഡീനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണല്ലേ. സോ അന്ന ഈസ് ഹെൽപ്പിംഗ് ദ ഓൾഡ് ലേഡി ടു ക്രോസ് ദ റോഡ് സേഫ്ലി. ആൻഡ് ദ ഓൾഡ് ലേഡി വിൽ താങ്ക് അന്ന ആൻഡ് ഗോ ഓൺ ഹെർ വേ. ഇതിന് ശേഷം ഓൾഡ് ലേഡി അന്നയ്ക്ക് താങ്ക് യു പറഞ്ഞിട്ട് അവരുടെ വഴിയിലേക്ക് പോകും. വാട്ട് ആർ സാക്കിർ, ഗുൽപ്രീത് ആൻഡ് ഗിലാശ്രീ ഡൂയിങ്? ഇവിടെ 3 കുട്ടികള് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരെന്തോ ഒരു ആക്ടിവിറ്റി ചെയ്യാണ്, മേ ബി പെയിന്റിങ്ങോ അല്ലെങ്കിൽ അവരുടെ പ്രൊജക്ട് വർക്കോ എന്തോ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് വിൽ ദേ ഡു നെക്സ്റ്റ്? ഇത് കഴിഞ്ഞിട്ട് അവർ എന്തായിരിക്കും ചെയ്യുക? They are doing an activity together, drawing and working at the table. ടേബിളിൽ ഇരുന്നിട്ട് ചിത്രമൊക്കെ വരച്ചുകൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാണ്. They will complete their work and show it to the teacher. ഇവരിത് കംപ്ലീറ്റ് ചെയ്തിട്ട് അവരുടെ ടീച്ചറിനെ കാണിക്കുമായിരിക്കാം. ലാസ്റ്റ് പിക്ചറിൽ ടീച്ചർ എന്തൊക്കെയോ ചോദ്യം ചോദിക്കുകയാണ്. കുട്ടികൾ യെസ് ഐ നോ എന്ന് ആൻസർ പറയുന്നുണ്ടാവും അല്ലേ. വാട്ട് ആർ ദ സ്റ്റുഡൻസ് ഡൂയിങ് ആൻഡ് വാട്ട് വിൽ ദ ടീച്ചർ ഡു നെക്സ്റ്റ്? Students are listening and raising their hands in the class. The teacher will ask questions or continue teaching. ടീച്ചർ ചോദ്യം ചോദിച്ചതാണെങ്കിൽ കൈപൊക്കിയവരോട് ആൻസർ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ അവരോട് ചോദ്യം ചോദിക്കും, കണ്ടിന്യൂ ടീച്ചിങ്, അതിനുശേഷം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. Let us do working together. Create your symbol for your togetherness by following the symbol steps given below and paste a picture of what you have created in the box. ഇവിടെ തന്നിരിക്കുന്ന നിങ്ങളുടെ ടുഗദർനെസ്, നിങ്ങളുടെ യൂണിറ്റി കാണിക്കാൻ പറ്റിയ ഒരു ചിത്രമാണിത്. കണ്ടില്ലേ ഈ ഒരു ഫൈനൽ ഇമേജ്? ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു പേപ്പർ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. എന്താ ചെയ്യേണ്ടത്? പേപ്പർ ആദ്യം കുറേ മടക്കുകളായിട്ട് മടക്കി എടുക്കുക. എന്നിട്ട് അതിൽ ഇതേപോലത്തെ ചിത്രങ്ങൾ വരയ്ക്കുക. ആ മടക്കിയതിലൂടെ ഇങ്ങനത്തെ ലൈൻസ് വരയ്ക്കുക.
എന്നിട്ടോ കട്ട് ദ പേപ്പർ അലോങ് ദ ഡ്രോയിങ് വിത്ത് സിസേഴ്സ്. ഈ ഡ്രോയിങ് ചെയ്ത ഔട്ട്ലൈനിൽ കൂടി സിസർ ഉപയോഗിച്ചത് കട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ അൺഫോൾഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഭംഗിയുള്ള ചിത്രം കിട്ടും. എന്നിട്ട് പേസ്റ്റ് ദ പിക്ചർ ഓഫ് വാട്ട് യു ഹാവ് ക്രിയേറ്റഡ്. നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പിക്ചർ അല്ലെ നിങ്ങൾ ഉണ്ടാക്കിയിരുന്ന ക്രാഫ്റ്റോ അതിന്റെ ചിത്രമോ ഒക്കെ ഈ ഒരു സ്പേസിൽ ഒട്ടിക്കുക. ഓക്കെ, അപ്പോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കഴിയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.